അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇനി പറയാനുള്ളത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം, പേർഷ്യയിലേക്കുള്ള സന്ദേശത്തെക്കുറിച്ചാണ്. പേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊക്കെ പറയുന്ന ഇറാൻ തുടങ്ങിയ പ്രദേശങ്ങളാണ് പേർഷ്യ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ഈ സാംസ്കാരിക ഭൂമിയെ മുഴുവനും പകുത്തെടുത്തിരുന്നത് ഈ രണ്ട് സംസ്കാരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് റോമ സംസ്കാരം, രണ്ടാമത്തേത് പേർഷ്യൻ സംസ്കാരവും. പേർഷ്യക്കാർ സൗരാഷ്ട്ര മതക്കാരാണ്, അതായത് അഗ്നിയെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അവരുടെ രാജാവ് അല്ലെങ്കിൽ അവരുടെ ചക്രവർത്തി, ആ ചക്രവർത്തിക്കുള്ള കത്തിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശവുമായിട്ട് അബ്ദുല്ലാഹിബിന് ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹു ആണ് പേർഷ്യയിലേക്ക് പോയത്. അങ്ങനെ പേർഷ്യയിലെത്തി. ആദ്യം അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ അടുക്കലെത്തി. പിന്നെ അവിടെ നിന്ന് നേരിട്ട് പേർഷ്യൻ രാജാവിൻ്റെ, അതായത് കിസ്റായുടെ, അവിടെയും കിസ്റ എന്ന് പറയുമ്പോൾ പേർഷ്യ ഭരിക്കുന്ന ഭരണാധികാരികളെല്ലാം കിസ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഈ കത്തുമായി പോകുന്ന ഈ സമയത്ത് ഏതായിരുന്നു അവിടെ ഭരിച്ചിരുന്ന ആളെന്നും അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്നതും അറിയില്ല, അല്ലെങ്കിൽ ചരിത്രങ്ങൾ അത് പേരായി രേഖപ്പെടുന്നില്ല. കിസ്റ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായിരുന്നാലും അവിടേക്ക് കത്തുമായി പോയി എന്ന് മാത്രമല്ല, ആ കത്ത്, മഹാനായ നബിയുടെ കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ സാംസ്കാരികമായി ഉയർന്ന കത്തുകളൊക്കെ തന്നെയും ഫ്രം കൊണ്ടാണ് തുടങ്ങുക സ്വാഭാവികമായിട്ടും. ആ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തുകളും ഫ്രം കൊണ്ടാണ് തുടങ്ങിയിരുന്നത്. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ദൂതനായ മെസ്സഞ്ചറായ മുഹമ്മദ് അയക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കത്ത് തുടങ്ങുമായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പേർഷ്യയിലെ കിസ്റ ചക്രവർത്തിയെ ഏറ്റവും ചൊടിപ്പിച്ചത് ആ പ്രയോഗമായിരുന്നു എന്നാണ്. അദ്ദേഹം ആ കത്ത് കണ്ടിട്ട് വളരെ കോപാകുലനായിക്കൊണ്ട് പറഞ്ഞു, അബ്ദും മിൻ റഅയ്യതി യക്തുബു ഇസ്മഹു ഖബല ഇസ്മി, എൻ്റെ ഭരണീയരിൽപ്പെട്ട ഒരാൾ, അയാൾ എൻ്റെ പേരെഴുതുന്നതിന് മുമ്പ് അയാളുടെ പേരെഴുതുകയോ എന്ന് ചോദിക്കുകയും മാത്രമല്ല ദേഷ്യത്തോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് കീറി വലിച്ചെറിയുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. മഹാനായ നബിയുടെ സന്ദേശത്തോടെ ഏറ്റവും അധികം അപമര്യാദ കാണിച്ച ഒരു ഭരണാധികാരിയായിരുന്നു കിസ്റ. മാത്രമല്ല അതിൻ്റേതായ വില അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ ഒടുക്കേണ്ടി വരികയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ദൂതനെ ആട്ടിപ്പുറത്തേക്ക് പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല, വളരെ അപമര്യാദയായി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നതിന് ശേഷം ഈ മക്കയിലാണ് ഈ പ്രവാചകൻ, മദീനയിലാണ് ഈ പ്രവാചകൻ ഉള്ളത് എന്നറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപത്തായി തൻ്റെ ഒരു ഗവർണറുണ്ട് യമനിലെ തൻ്റെ ഗവർണർ. യമൻ അന്ന് പേർഷ്യയുടെ കീഴിലായിരുന്നു, യമനിൻ്റെ ഒരു ഭാഗം. അവിടുത്തെ ഗവർണറുടെ പേര് ബാദാൻ എന്നാണ്. ഈ ബാദാന് ഒരു സന്ദേശം കൊടുത്തയച്ചു, അടിയന്തരമായ സന്ദേശം. എൻ്റെ ഈ കത്ത് കിട്ടിയാൽ ഉടനെ 2 തടിമാടന്മാരായ ആൾക്കാരെ പറഞ്ഞയച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിലേക്ക് കൊടുത്തയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ സന്ദേശം കിട്ടിയതോടെ ബാദാൻ 2 ആൾക്കാരെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചു കെട്ടി കിസ്റായുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശവും അവരുടെ ചുമതലയും അതായിരുന്നു. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്വീകരിച്ചു, വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നതിന് ശേഷം നബി അവിചാരിതമായ, നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് അവിചാരിതമായി പറയുന്ന പോലെ തോന്നും. അല്ലാഹു ആലം, അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ അറിവുമുള്ളത്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു, നാളെ നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറയുകയും നബി വീട്ടിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യുകയുണ്ടായി. അന്നേ ദിവസം നാളെ കാണാമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് വളരെ 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 വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പേർഷ്യയിലെ ഏറ്റവും വലിയ രാജാവായിരുന്നു, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു, ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം, ഇതെല്ലാം യാതൊരു ഭീഷണിയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു ഭീഷണിയില്ലാത്ത സാഹചര്യമാണ് അദ്ദേഹത്തെ ഇത്രമാത്രം വലിയ അഹങ്കാരിയാക്കി മാറിയതും എന്നത് മറ്റൊരു സത്യമാണ്. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാൽ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ അന്ന് രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി. മറ്റൊന്നും ആയിരുന്നില്ല, ആരും നനച്ചിരിക്കാത്ത സമയത്ത്
റോമാ സാമ്രാജ്യത്തിൻ്റെ സൈന്യം അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തെ ആക്രമിച്ചു. മാത്രമല്ല റോമാ സാമ്രാജ്യത്തോടൊപ്പം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ കിസ്ര ചക്രവർത്തിയുടെ സ്വന്തം മകനും വിപ്ലവകാരികളുടെ ഒപ്പം കൂടി. മാത്രമല്ല അവരെല്ലാവരും കൂടി ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് കീറി വലിച്ചെറിഞ്ഞ, അമാന്യമായി പെരുമാറിയ, കോപാകുലനായ ആ ചക്രവർത്തിയെ പിടിച്ചുകെട്ടി എന്ന് മാത്രമല്ല സ്വന്തം മകനാൽ ആ ചക്രവർത്തി കൊല്ലപ്പെടുകയും ചെയ്തു. അത് ആ സമയത്തെ ഒരു വല്ലാത്ത ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു എന്നാണ്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ ആ സന്ദേശം അതായത് തൻ്റെ യമനിലെ ഗവർണർ ബാസാൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ കാര്യങ്ങളെല്ലാം. ബാസാൻ എന്ന് പറയുന്ന ആൾ ഈ കാര്യങ്ങളുടെ ആകത്തുക ഗ്രഹിച്ച് അതിനാൽ തന്നെ ഇസ്ലാമിൽ എത്തിച്ചേർന്നു എന്നാണ് ആ ചരിത്രം പറയുന്നത്. ഹിജ്റ 7-ാം വർഷത്തിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. ജുമാദുൽ ഊലയായിരുന്നു മാസം. കൃത്യമായും ഈ കിസ്ര ചക്രവർത്തി കൊല്ലപ്പെട്ടത് ജമാദുൽ ഊല 10-നായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അമാന്യത കാണിച്ച ഇതിൻ്റെ പേരിൽ അതിന് കടുത്ത വില നൽകേണ്ടി വന്നു കിസ്റാക്ക് എന്നാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ തീർച്ചയായും പറയേണ്ടുന്ന ഈ കൂട്ടത്തിലെ ഒരു സംഭവമാണ് റോമ സാമ്രാജ്യത്തിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തുകൾ എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം റോമ സാമ്രാജ്യമായിരുന്നു. ആ റോമ സാമ്രാജ്യത്തിലേക്കുള്ള കത്തുമായി പോകാനുള്ള ഭാഗ്യം ലഭിച്ചത് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. മഹാനായ ദിഹ്യത്തുൽ കൽബി റോമ സാമ്രാജ്യത്തിലെത്തി. മാത്രമല്ല അവിടെ രാജാവിനെ മുഖം കാണിച്ചു, തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. മാത്രമല്ല താൻ കൊണ്ടുവന്നിട്ടുള്ള കത്ത് കൊടുക്കുകയും ചെയ്തു. റോമ സാമ്രാജ്യം ഭരിക്കുന്ന ആൾ അവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പേർഷ്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന ആൾ കിസ്റ ചെയ്തതുപോലെ റോമ സാമ്രാജ്യം ഭരിക്കുന്ന ആൾ ചെയ്യില്ല. കാരണം കിസ്റ എന്ന് പറഞ്ഞാൽ അഗ്നിയെ ആരാധിക്കുന്ന സൗരാഷ്ട്ര മതക്കാരനായ ഒരാളായിരുന്നു. അയാൾക്ക് ആത്യന്തികമായി ആകാശത്തിൽ നിന്ന് വരുന്ന വഹയികളിൽ വിശ്വാസമില്ല. മാത്രമല്ല അദ്ദേഹം അരൂപനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല. സർവശക്തനായ ഒരു ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ മോശമായി പെരുമാറിയത്. അവിശ്വാസികളായ ആൾക്കാരുടെ ഒരു പ്രത്യേകത അതാണ്. ആ രാജാക്കന്മാരെല്ലാം അമാന്യമായിട്ടാണ് സ്വാഭാവികമായും പെരുമാറുക. അതേസമയം റോമ സാമ്രാജ്യത്തിലെ സീസർ ചക്രവർത്തി അങ്ങനെയല്ല. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളാണ്, ക്രിസ്ത്യാനിറ്റി അറിയുന്ന ആളാണ്, അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ പൊട്ടിത്തെറിക്കാതെ കാര്യങ്ങളൊക്കെ സാഗൂതം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ കൗതുകരമായി. പക്ഷേ ഈ കത്തിലൊരു ക്ഷണം മാത്രമാണ് സത്യത്തിലുള്ളത്. ഈ ക്ഷണത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. അതുകൊണ്ട് റോമ ചക്രവർത്തിയുടെ മനസ്സിൽ ഒരാഗ്രഹം വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രവാചകനെക്കുറിച്ച് കുറച്ചുകൂടി അറിയണം. അപ്പോൾ കൊട്ടാരത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചു, അറേബ്യയിൽ നിന്ന് വന്ന ആരെങ്കിലും, അല്ലെങ്കിൽ മക്കായിൽ നിന്നോ മദീനായിൽ നിന്നോ ഒക്കെ വന്ന ആരെങ്കിലും നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഈ സമയത്തുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അറബ് സംഘം ഇവിടെയുണ്ട്, എന്നാൽ അവരുടെ നേതാവ് ആരാണെന്ന് നോക്കൂ, ആ നേതാവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേതാവായി കൈസർ, അതായത് സീസർ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടായത് സാക്ഷാൽ അബൂ സുഫിയാനായിരുന്നു. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിൽ എത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും അബൂ സുഫിയാനായിരുന്നു ആ ഭാഗ്യം. അതുകൊണ്ട് തന്നെ അവിടെ ചിലതുകൂടി നമുക്ക് കേൾക്കാനുണ്ട്, കാണാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.